ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റാഗി ഫ്ലോർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിന്റെ റെസിപ്പിയാണ്. അപ്പോൾ റാഗി പുട്ട് എന്ന് പറയുമ്പോൾ കുറേ പേർക്കൊക്കെ ഇഷ്ടമുണ്ടാവില്ല കഴിക്കാനായിട്ട്. അതിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല മിക്കവർക്കും. അപ്പൊ ഈ ഒരു പുട്ട് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. അടിപൊളി സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പില് 2 കപ്പ് റാഗി ഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണിൽ താഴെയായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം. അവില് ചേർത്തിട്ടാണ് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോ കുറച്ച് കട്ടിയിലുള്ള ബ്രൗൺ നിറത്തിലുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അവല് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. ചെറിയ തരികളോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്, അധികം ഫൈൻ ആയിട്ടല്ല. അത് നമുക്ക് ഈ റാഗി ഫ്ലോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും റാഗി ഫ്ലോറും അതുപോലെ തന്നെ അവല് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നനച്ചെടുക്കണം. നനച്ചെടുക്കാനായിട്ട് ഞാനിവിടെ വെള്ളത്തിന് പകരം തേങ്ങാവെള്ളമാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാവെള്ളം നിങ്ങളുടെ അടുത്ത് ഇത്രയ്ക്കധികം ഇല്ലെങ്കിൽ കയ്യിലുള്ള അത്രയും തേങ്ങാവെള്ളം ചേർക്കുക. ബാക്കിയുള്ളത് സാദാ വെള്ളം ചേർത്തിട്ട് നനച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നനച്ചെടുക്കുകയാണ്. വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ നനച്ചെടുക്കുക. വെള്ളത്തിന്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. 1 കപ്പ് തേങ്ങാവെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നനച്ച് നോക്കാം. ഇത്രയും വെള്ളം പോരാ, നമുക്ക് കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ വെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പില് കുറച്ച് കുറവായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഫുള്ളായിട്ട് വേണ്ട, 1/2 കപ്പില് കുറച്ച് കുറവ്, ഒരു 1-2 ടേബിൾ സ്പൂൺ കുറവ് വെള്ളം എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നനച്ചെടുക്കുക. നനച്ചെടുക്കുമ്പോഴേ ചെറുതായിട്ടൊരു നനവ് പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഷേപ്പായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പുട്ടുകുടത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വേണം പുട്ടുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുട്ടുപൊടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വെള്ളത്തിന്റെ അളവിൽ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. കയ്യിൽ പിടിക്കുമ്പോൾ നനവ് ഉണ്ടായിരിക്കണം. കയ്യിലൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരണം. അതുപോലെ ഉടച്ചെടുക്കുമ്പോൾ പഴയ കൺസിസ്റ്റൻസിലേക്ക് വരികയും ചെയ്യണം. നമ്മുടെ പുട്ടുപൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൂടി ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ പുട്ടുപൊടി നനച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. 3 കഷ്ണം പുട്ടായിട്ടാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അതിന് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ലെയറുകളായിട്ട് പുട്ടുപൊടിയും തേങ്ങയും ഇട്ട് കൊടുക്കാം. ടോപ്പിലായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മൾ ഒരിക്കലും പ്രസ് ചെയ്ത് കൊടുക്കരുത്. അധികം പ്രസ് ചെയ്ത് കൊടുത്താൽ പുട്ട് വെന്ത് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടില്ല. ജസ്റ്റ് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിന് മീതെ വെച്ച് കൊടുത്തിട്ട് സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സ്റ്റീം വന്ന് തുടങ്ങിയതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. 3 മിനിറ്റ് നല്ലതുപോലെ ഇതുപോലെ സ്റ്റീം വന്നതിന് ശേഷമേ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോഴാണ് കറക്റ്റായിട്ട് പുട്ട് കുക്കായി കിട്ടുക. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ കഴിക്കാൻ അടിപൊളി സ്വാദാണ്. ഒരു പ്രാവശ്യമെങ്കിലും പുട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. അടുത്തത് ഇതുപോലെ നന്നായിട്ട് സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എടുക്കാം.
വെറുതെ റാഗിപ്പൊടി വെച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കുമ്പോൾ മിക്കവർക്കും അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ സ്വാദ് അത്രയ്ക്ക് അങ്ങോട്ട് മിക്കവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ തേങ്ങാ വെള്ളവും അതുപോലെ അവിലൊന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ, റാഗി ഫ്ലോർ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൈ പൊള്ളാത്ത അത്രയും ചൂടിലുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോഴും നല്ല പുട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്